ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ആവശ്യമായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി, അതേപോലെ ഇപ്പം ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനകരമായിരിക്കും. സ്റ്റെയർ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറി പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുക. അതിനകത്ത് അവിടെ ഈ പറഞ്ഞ സ്റ്റെയർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ് ആണ്, അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് സ്റ്റെയർ, അതിനകത്ത് കുറച്ചേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In stairs, the vertical portion of a steps providing a support to the thread is known as options riser, flyer, soffit, pitch or slope. നമ്മൾ സ്റ്റെപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡും റൈസും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫോം കിട്ടുന്നത്. അതിനകത്തെ ത്രെഡ് എന്ന് പറയുന്ന മുകളിൽ നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ ഒരു പോർഷനാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ. ആ ത്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ പോർഷൻ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് റൈസർ ആണ്. റൈസർ ആണ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പിന്റെ ത്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഒരു പോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ റൈസർ ആണ്. In a public building, stair should be located near the dash of a building. നമ്മൾ പബ്ലിക് ബിൽഡിങ്സുകൾ കണ്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ സ്റ്റെയർ എവിടെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ ഈ പബ്ലിക് ബിൽഡിങ്സിൽ ബൈഫർഗേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ക്വാർട്ടർ ടേൺ ടൈപ്പ് സ്റ്റെയറുകളാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അത് അതിന്റെ എൻട്രൻസിലായിരിക്കും. അതിന്റെ എൻട്രൻസ്, ആ ഒരു പബ്ലിക് ബിൽഡിംഗ് എവിടെയാണോ അതിന്റെ എൻട്രൻസ്, ആ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ബൈഫർഗേറ്റിംഗ് സ്റ്റെയറുകൾ പബ്ലിക് ബിൽഡിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആൻസർ അപ്പൊ എന്ത് വരും? എൻട്രൻസ്. അപ്പൊ ഒരു പബ്ലിക് ബിൽഡിംഗിൽ സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ആ ബിൽഡിങ്ങിന്റെ എൻട്രൻസ് പോർഷനിലായിരിക്കും. In residential building, the average value of stair width is options 300 mm, 500 mm, 900 mm, 700 mm. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റെയറിന്റെ ആവറേജ് വാല്യൂ ഓഫ് വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 900 mm അല്ലെങ്കിൽ 0.9 മീറ്റർ. അതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. The vertical portion of a step is called options thread, rise, riser, flight. ഒരു സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കുന്ന പോർഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ റൈസർ. വെർട്ടിക്കൽ പോർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൈസർ ആണ്. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ റൈസ് ആണ്. ഓക്കെ, ഒരു സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ പോർഷൻ റൈസർ. സോ ആൻസർ ഓപ്ഷൻ സി. The platform for resting place provided between two flights in a staircase is called option soffit, flight, landing, flyer. Answer landing. എന്താണ് ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പുകളുടെ ഒരു അൺബ്രോക്കൺ സീരീസിനെയാണ് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഫ്ലൈറ്റുകൾ നമ്മൾ ലാൻഡിങ്ങുകളുടെ ഇടയിലായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ലാൻഡിങ്സ് എന്ന് പറയുന്ന സാധാരണ ഒരു റെസ്റ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. ഈ പറയുന്ന ഫ്ലൈറ്റിൽ നിന്ന് കയറി അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി അവിടെ ചെന്ന് ഒരു റെസ്റ്റ് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ. So answer option C, landing. Minimum clear height from the thread to overhead construction. Options rise, pitch, headroom,
span. Answer headroom. Minimum clear height from the head to overhead construction is headroom. The upper horizontal portion of a step upon the which foot is placed while ascending or descending order is known as options step, riser, thread, going. നമുക്കറിയാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ത്രെഡും ഈ പറഞ്ഞ റൈസും കൂടി ചേരുന്നതാണ്. അപ്പൊ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ഫൂട്ട് എടുത്ത് വെക്കുന്ന ആ അപ്പർ ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. The pitch of stair should never exceed options 50, 40, 30, 25. Answer option B 40. The pitch of stair should never exceed answer 40. The undersurface of stair is known as options scotia, soffit, winter, run. Answer soffit. സ്റ്റെയറിന്റെ അണ്ടർ സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. The length of stair situated between two landing is termed as options width of stair, flight, rise, going. Answer flight. The length of stair is situated between two landing is termed as flight. In designing a stair, the sum of going and twice the rise should equal to options 40, 60, 70, 80. Answer 60. In designing a stair, the sum of going and the twice the rise should equal to 60 centimeter. The vertical member supporting the handrail is known as option strut, baluster, newel, riser. Answer option B baluster. The vertical member supporting the handrail is known as baluster. Vertical post is placed at start and end of a flight are called options intrados, newel post, baluster, soffit. Answer newel post. The vertical post is placed at the start and end of a flight are called newel post. The projected portion of the thread beyond the face of a riser. Options scotia, nosing, newel, soffit. Answer nosing. The projected portion of the thread beyond the face of riser. Answer nosing. The pitch of the stair should be limited to options 45 to 50, 30 to 40, 20 to 25, 30 to 60. Answer 30 to 40. The pitch of the stair should be limited to 30 to 40. Vertical distance between the
top of two successive thread is? Option run, rise, going, flight. Answer rise. The vertical distance between top of two successive thread is known as rise. The inclined member of a stair which supports the end of steps is known as? Options baluster, string, handrail, flight. Answer option B, string. The inclined member of a stair which support the ends of a step is known as string. A stair in which all steps are windows is? Options bifurcate, spiral, helical, circular. വിൻഡോസ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് ടൈപ്പ് ആണ് വിൻഡോസ് എന്ന് പറയുന്നത്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റെയറിനകത്ത് എല്ലാ സ്റ്റെപ്പുകളും വിൻഡോസ് ആണ്. എല്ലാ സ്റ്റെപ്പും നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ആൻസർ സ്പൈറൽ സ്റ്റെയർസ്. Dog-legged stair is a? Options 3/4 turn stair, half turn stair, quarter turn stair, continuous stair. Answer half turn stairs. ഒരു 180 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയറുകളെയാണ് നമ്മൾ ഹാഫ് ടേൺ സ്റ്റെയർസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. സാധാരണയായി നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയർ ആണ് ഹാഫ് ടേൺ അല്ലെങ്കിൽ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞത്. Bifurcating stair is an example for? Options 3/4 turn stair, half turn stair, quarter turn stair, continuous stair. Answer quarter turn stair. Bifurcating stair is an example for quarter turn stair. എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റെയർ ആണ് ഈ ബൈഫർഗേറ്റിംഗ് സ്റ്റെയർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ പബ്ലിക് ബിൽഡിങ്ങുകളുടെ എൻട്രൻസ് പോർഷനിലാണ് ബൈഫർഗേറ്റിംഗ് സ്റ്റെയറുകൾ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. Which of the following is used for vertical movement? Options ramps, escalators, stair, all of those. Answer all of those. കാരണം വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്കുള്ള വെർട്ടിക്കൽ മൂവ്മെന്റ് പോസിബിൾ ആകാൻ വേണ്ടിയാണ് റാംസ്, എസ്കലേറ്റേഴ്സ്, സ്റ്റെയറുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഇത് മൂന്നും ഉൾപ്പെടും. സോ ആൻസർ ഓൾ ദ എബവ്. The sloping structure for negotiating the change in different floors by vehicle or passengers. Options moving stair, ramps, stair, fixed ladder. Answer ramps. രണ്ട് ഫ്ലോറുകളെ കണക്ട് ചെയ്ത് വെർട്ടിക്കൽ മൂവ്മെന്റ് പോസിബിൾ ആക്കാൻ അതിൽ കൂടി വെഹിക്കിൾസ് പോകാം അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് പോകാം. അവിടെ മെയിൻലി അവർ കൊടുത്തിരിക്കുന്ന സ്ലോപ്പിംഗ് സ്ട്രക്ചറാണ്. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ കാണുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്, റാമ്പുകളാണ്. രണ്ട് ഫ്ലോറുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ ഒരു സ്ലോപ്പിംഗ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് റാംസ്. സോ ആൻസർ ഓപ്ഷൻ ബി. In public building, the maximum riser is limited to? Options 18 centimeter, 15 centimeter, 20 centimeter, 10 centimeter. Answer 15 centimeter. പബ്ലിക് ബിൽഡിങ്ങിലെ മാക്സിമം റൈസറുകൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ ആണ് 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. Number of steps in a flight should not be greater than? Options 10, 12, 3, 5. നമ്മള്
സ്റ്റെയർ പഠിക്കുമ്പം അതിനകത്ത് സീരീസ് ഓഫ് സ്റ്റെപ്പ് ചേരുന്നതാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെപ്സ് അൺബ്രോക്കൺ സീരീസ് ചേരുന്നതാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അതിൽ ഒരു ഫ്ലൈറ്റിലെ എത്ര മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എന്തിൽ കൂടാൻ പാടില്ല. മാക്സിമം നമ്മൾ പറയുന്നത് 12, മിനിമം നമ്മൾ പറയുന്നത് 3 സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റിലെ നമ്പർ ഓഫ് സ്റ്റെപ്സ് 12. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 12. Which type of stair is suitable if the space available is 2 meter by 2 meter? Options: quarter turn, spiral, continuous, half turn. Answer: spiral stair. Mainly spiral stair നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റെയർ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് കുറവാവുകയാണെങ്കിൽ, നമുക്ക് ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞിട്ട് സ്റ്റെയറിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് കുറച്ചതായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് സ്പൈറൽ ആണ്. അപ്പൊ 2 meter by 2 meter അവൈലബിൾ ആവുന്നുള്ള എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത് സ്പൈറൽ സ്റ്റെയർ ആണ്. Headroom in staircase should not be less than. Options: 2.1 meter, 2 meter, 1.8 meter, 1.5 meter. ഒരു സ്റ്റെയർ കേസിന്റെ ഹെഡ് റൂം എന്ന് പറയുന്നത് എന്തിൽ കുറയാൻ പാടില്ല എന്നാണ്. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 2.1 മീറ്റർ ആണ്. അപ്പൊ ഹെഡ് റൂം എന്ന് പറയുന്നത് 2.1 മീറ്ററിനെക്കാട്ടിലും കുറയാൻ പാടില്ല. അത് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തതാണ്. സാധാരണ 2.2 ഒക്കെ ഇപ്പോഴത്തെ റിവൈസ്ഡ് വേർഷനകത്തുണ്ട്. പക്ഷെ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന 2.1 മീറ്റർ എന്നാണ്. The angular steps used for changing the direction of stairs are called. Options: angular steps, radial steps, windows, round steps. നമ്മൾ പറഞ്ഞു മെയിൻലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഒരു സ്റ്റെയർ നമ്മൾ കയറി പോകുന്നു, അതിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് ആയിരിക്കും. വിൻഡോസ് മെയിൻലി ഉപയോഗിക്കുന്നത് ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ്. സോ ആൻസർ എന്ന് പറയുന്നത് വിൻഡോസ്. സോ ഇത്രയാണ് സ്റ്റെയർ റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്. സ്റ്റെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ തിയറി പോർഷൻ കവർ ചെയ്ത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള സബ്ജക്ട്സും ഞാൻ സിലബസ് വൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാതുള്ള ഓരോ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ പ്ലേലിസ്റ്റ് ഇതെല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു.